എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ കൃത്യമായിട്ടുള്ള ഇലക്ഷൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സുകുമാരൻ നായരുടെ വിഷയം കയറി വന്നു, NSSന്റെ വിഷയം കയറി വന്നു, SNDP വെള്ളാപ്പള്ളി നടേശന്റെ വിഷയം കയറി വന്നു. ഇവർ രണ്ടുപേരും കൂടി ഐക്യത്തിന്റെ കഥ പറഞ്ഞു. 9ാം നാൾ ഐക്യം പറഞ്ഞു. 9ാം നാൾ അവർ അടിച്ചു പിരിഞ്ഞു. അതിന് ആ 9ാം നാളിന് അടിച്ചു പിരിയാൻ കാര്യം 8ാം നാളായപ്പോൾ 7ഓ 8ഓ ആയപ്പോൾ, ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞ് 7ഓ 8ഓ ആയപ്പോൾ പത്മശ്രീ അവാർഡ്, പത്മഭൂഷൺ അവാർഡ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ്. അപ്പോൾ അത് BJP ആണ് അതിന്റെ പിന്നിൽ എന്നുള്ളത് കൊണ്ടും BDJSന്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും ചർച്ചയ്ക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം BDJS NDAയുടെ ഭാഗമാണെന്നുള്ള ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടും അതിനേക്കാൾ പ്രധാനം NSSനകത്തുള്ള നായർ സർവീസ് സൊസൈറ്റിക്കകത്തുള്ള പരമ്പരാഗത കോൺഗ്രസ്സുകാരായ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ചെലുത്തിയ വലിയ സമ്മർദ്ദം കൊണ്ടും വളരെ അടിയന്തരമായ ഡയറക്ടർ ബോർഡ് വിളിച്ചുകൂട്ടി. അങ്ങനെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു തീരുമാനമെടുത്തു. ഇനി SNDPയുമായിട്ട് തൽക്കാലം നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള, അല്ലെങ്കിൽ നായാടി മുതൽ നസ്രാണി വരെയുള്ള ചർച്ചയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സുകുമാരൻ നായർ പ്രസ് നോട്ടൊക്കെ ഇറക്കി, പ്രസ് റിലീസൊക്കെ ഇറക്കി ആ കഥ അവസാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് BJP ഈ പത്മഭൂഷൺ കൊടുത്തതോടുകൂടി അതിനൊരു അലുക്കുലുക്ക് ഉണ്ടാക്കാൻ BJPക്ക് പറ്റി. പക്ഷേ അപ്പോഴും BJP നിർത്തുന്നില്ല വിഷയങ്ങൾ. BJP നോക്കിയപ്പോൾ ഇനി നേരത്തെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി എടുക്കുകയും അതിൽ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അവരെ വളരെ കൃത്യമായി സംഘപരിവാറും വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഒക്കെ കുറെ നെഗറ്റീവ് പറഞ്ഞിട്ടും, ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആന്റണിയും ഒക്കെ പോയി വളരെ കൃത്യമായി അവിടെ നിന്ന് അവരെ രക്ഷിച്ചെടുത്ത് അവരെ കന്യാസ്ത്രീ മഠത്തിൽ കൊണ്ടാക്കി. ആ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ മറ്റേ ഈ ആളുകളെ മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കേസാണ്. അതിൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ നല്ല ഗോൾ അടിച്ചെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2000 പേരെയാണ് മൊത്തം നിർത്തിയതിൽ 2000, അതായത് 10-25% BJPക്കാരൻ നിർത്തി. മുനമ്പം പോലുള്ള ചില സ്ഥലങ്ങളിൽ ജയിച്ചെങ്കിലും 2000 പേരിൽ ആകപ്പാട് 25 പേരെ ജയിച്ചുള്ളൂ. അപ്പോൾ BJPക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി നേരത്തെ ഉണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിടിച്ച 19% പോലും പിടിക്കാൻ പറ്റാതെ 14.5%ത്തിലേക്ക് താഴ്ന്നു. ഒരു 5% വോട്ട്, 4.5% വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിടിച്ചത് പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പിടിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പുതിയ ഒരു ചിന്തയിലേക്ക് BJP പോന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 10-35 മണ്ഡലങ്ങളിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ലകൾ വരെ, ഏറ്റവും പ്രധാനമായി പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഹിന്ദു കൺസോൾട്ടേഷൻ ഉള്ള സ്ഥലങ്ങളിൽ നായർ, നമ്പൂതിരി, ബ്രാഹ്മിൺസ്, ഈഴവ, പട്ടികജാതി പട്ടികവർഗക്കാർ, ഇത്രയാണല്ലോ വിഭാഗങ്ങൾ. പിന്നെ ശൈവ വെള്ളാള, ഇങ്ങനെ ഒരു കുറെ വിഭാഗം, വിശ്വകർമ്മ, ഇങ്ങനെ കുറച്ചുണ്ട്. അപ്പൊ ഇവരെ നാടാർ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവരെയൊക്കെ വിശ്വാസത്തിലെടുക്കുന്നതിന്റെ ഭാഗമായി കുമ്മനം രാജശേഖരനെ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ജാതിപരമായ ഒരു കണക്കെടുപ്പ് കൂടി നടത്താൻ പറയുകയും ജാതി സംഘടനകളുമായും ബന്ധപ്പെടുത്തി അവരുമായും ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് അവരുടെ ഡിമാൻഡ് എന്താണ്, അവരുടെ പ്രശ്നം എന്താണ് എന്ന് കേൾക്കാനും അതിൽ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാനും, സംസ്ഥാന ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഭാവിയിൽ വന്നാൽ ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയൊരു പൊളിറ്റിക്കൽ ഔട്ട്റീച്ച് പ്രോഗ്രാം, ഒരു സോഷ്യൽ ഔട്ട്റീച്ച് പരിപാടി പട്ടികജാതി പട്ടികവർഗക്കാരുടെയും ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുണ്ട് BJP. അങ്ങനെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള വിവിധ ജാതികളിൽപ്പെട്ടിട്ടുള്ള ഹിന്ദു മതത്തിലെ ജാതികളിൽപ്പെട്ടിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് എടുത്ത് കറക്റ്റായിട്ട് എത്ര പേരുണ്ടെന്ന് എടുത്ത് അവരുമായി അതിന്റെ നേതാക്കളുമായിട്ടൊക്കെ ഒന്ന് വിലപേശി ബാർഗൈൻ ചെയ്ത് അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് ഡയലോഗ് നടത്തി കൃത്യമായി അവരുടെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ളൊരു വലിയ പദ്ധതിയാണ് ഇപ്പോൾ BJP ഇട്ടിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനം നടന്നു വരികയാണ്. പക്ഷെ ഇതിനകത്തുള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 54-55% വരുന്ന ഹിന്ദുക്കൾ, ബാക്കി BJP ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. ഈ വരുന്ന ഹിന്ദുക്കൾ 55% വരുന്ന ഹിന്ദുക്കളിൽ 3ആയി പോവുകയാണ് ചെയ്യുന്നത്. കുറച്ചുപേര് കോൺഗ്രസിൽ പോകും, കുറച്ചുപേര് BJP പോകും, കുറച്ചുപേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും. ഇനി തമാശ എന്ന് പറഞ്ഞാൽ ഒരു 4-5% ആളുകൾ നിഷ്പക്ഷരായി നിൽക്കും. അപ്പൊ 55-ൽ 5% മുതൽ 10% വരെ നിഷ്പക്ഷരായി, ബാക്കിയുള്ള 45% ഏറെയും കുറഞ്ഞ് 3 പോയി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വിചാരിക്കുന്ന കാൻഡിഡേറ്റ്സുകൾ പലയിടത്തും പല പാർട്ടിക്കും ജയിച്ചു വരാൻ കഴിയാത്തത്. പക്ഷേ BJP ഇതിനെല്ലാം ഒന്ന് കൗണ്ടർ ചെയ്തുകൊണ്ട് മുഴുവൻ കാര്യങ്ങളെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള നിലയിൽ ഇപ്പോഴും നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം ഒരു അപ്പർ എഡ്ജ് കോൺഗ്രസ് UDFന് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കിട്ടിയിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സതീശനും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇപ്പോഴും വിവാദങ്ങളും തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ സതീശന്റെ ബെഞ്ചിനാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ബെഞ്ചിനാണ് ഇപ്പോഴും ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഇയാളുണ്ടല്ലോ മറ്റേ
ഈ പിന്നെ കോൺഗ്രസിനകത്ത് വന്നിട്ടുള്ള കുറേ അധികം ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും ശശി തരൂരിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി. അങ്ങനെ ഒത്തിരി ഒരു ശുദ്ധീകരണ പ്രക്രിയ കോൺഗ്രസ് ചെയ്തുകൊണ്ടുവരുന്നു. ശശി തരൂരുമായി കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പോയി ചർച്ച ചെയ്തിരുന്നു. ശശി തരൂർ മുഖ്യ ചാമ്പ്യൻ ആയിരിക്കും, തെരഞ്ഞെടുപ്പിന് മുഖ്യ പ്രചാരകനായിരിക്കും എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് BJPക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള നിലയിൽ പട്ടികജാതി പട്ടികവർഗക്കാരെയും അതുപോലെ തന്നെ പിന്നോക്കക്കാരെയും OBC ആളുകളെയും പിന്നെ നായർ, നമ്പൂതിരി, ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ വളരെ കൃത്യമായി ജാതിയുടെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് നോക്കി അവരിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുമായി അവരുടെ ജാതി സംഘടനയുടെ നേതാക്കളുമായി ചർച്ച നടത്തി അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുത്തുകൊണ്ട് അവരെ BJPക്ക് വോട്ട് പിടിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ്. പക്ഷെ അങ്ങനെ പിടിച്ചതുകൊണ്ടും ഭരണത്തിൽ വരാൻ കഴിയില്ല. ഭരണത്തിൽ കേരളത്തിൽ വരണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് മസ്റ്റാണ്. കുറേ മുസ്ലിങ്ങളുടെ വോട്ടും കൂടി വേണ്ടിവരും. ഇനി മുസ്ലിങ്ങളുടെ വോട്ട് മാത്രമായാലും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും സംഘടിതമായി കോൺഗ്രസ് പിന്നെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും BJPക്ക് വോട്ട് ചെയ്യണം. അതിനുള്ള സാധ്യത തൊട്ടടുത്തൊന്നും കാണുന്നില്ല. പക്ഷെ രാഷ്ട്രീയമാണ്, എന്തും എപ്പോഴും സംഭവിക്കാം. എത്രയോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു, പാർട്ടി മാറുന്നു, പിന്നെ BMSൽ ചേരുന്നു, CPIയിൽ ചേരുന്നു, CPMൽ ചേരുന്നു, പല കാര്യങ്ങളും നടക്കുന്നു. ഇതിനിടയിലാണ് ബിനോയ് വിശ്വം ഒരു തമാശ അടിച്ചു, ഒരു ഹിമാലയൻ തമാശ അടിച്ചു. കുറച്ചു കാലം കഴിയുമ്പോൾ CPI ആയിരിക്കും ഇവിടെ ഭരിക്കാൻ പോകുന്നത്, മുഖ്യമന്ത്രി CPIയുടെ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല അതെങ്ങനെയാണ് ഇനിയിപ്പം ബിനോയ് വിശ്വം കറക്കിക്കൊണ്ടുവരുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP അതിശക്തമായ ജാതിപരമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാർഡ് ഇറക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവർ വ്യാപകമായ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഈ സർവേയുടെ കൂടെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലെയും ഓരോ മണ്ഡലത്തിലെയും പ്രത്യേകിച്ച് 34-35 മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട ജാതി സംഘടനകളുമായും അവിടുത്തെ നേതാക്കളുമായും കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവിടെ 10,000-ഓ 5,000-ഓ 2,000-ഓ വോട്ടൊക്കെ ഒരു മണ്ഡലത്തിലുണ്ടായിരിക്കും. അതിലൊരു 10-25% ചിലപ്പോൾ ഈ നേതാക്കൾ പറയുന്നത് തന്നെ സംഭവിക്കും. ബാക്കിയൊക്കെ ഭൂരിപക്ഷവും വേറെയാണ് വോട്ട് ചെയ്യുന്നത്. ഈ സംഭവിപ്പിക്കുന്ന വോട്ടിൽ പരമാവധി ഈ BJPക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നൊരു അജണ്ടയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളത്, ഇപ്പോഴും വികസിത കേരളം എന്ന് പറയുമ്പോൾ തന്നെ വികസിത കേരളം എന്നൊക്കെ പറഞ്ഞ് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ജാതിയും മതവും തന്നെയാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾക്കത് കാണാതിരുന്നുകൂടാ. ഇന്നലെ SDPI ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അവർ നേമത്ത് വി ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ അവർ വടക്ക് സ്ഥലത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്തു. നിലമ്പൂർ കേസിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് അവർ ആർക്ക് വോട്ട് ചെയ്തു? നമ്മുടെ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ SDPI കോൺഗ്രസിനും CPMനും ഒക്കെ വോട്ട് ചെയ്ത കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ എന്തായാലും നല്ല രസകരമാണ് ഇലക്ഷൻ രംഗം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെയും ഈ ഓരോ മതവിഭാഗത്തിലെ ജാതി വിഭാഗങ്ങളെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ശൈലി കേരളത്തിൽ വന്നിരിക്കുകയാണ്. ബാക്കി വികസനവും മറ്റെല്ലാ കാര്യവും രണ്ടാമത് ഇറങ്ങി നിൽക്കുന്നു. ഒന്നാമതായി ഒരു ജാതി മത കേരളം തന്നെയാണ് മുമ്പോട്ട് നമ്മൾ കാണുന്നത്. അത് ശുഭ പ്രതീക്ഷ ഉള്ള ഒരു കാര്യമല്ല.